നമസ്കാരം. നമ്മുടെ ഇടുക്കിയിലെ ബൈസൺ വാലി ഗവൺമെന്റ് സ്കൂളിലെ 1984-85 വർഷത്തെ വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിപുലമായ പരിപാടികളോടെ നടത്തപ്പെട്ടു. 40 വർഷങ്ങൾ കൂടിയാണ് സ്കൂളിൽ ഒത്തുചേർന്നത്. ആ പഴയ വിദ്യാർത്ഥികൾ സ്കൂളിലെ നല്ല കാലങ്ങൾ പരസ്പരം പങ്കിടുകയും പാട്ടുകൾ പാടിയും കവിതകൾ ചൊല്ലിയും ഒരു ദിനം ആഹ്ലാദഭരിതം ആക്കുകയായിരുന്നു. ഒന്നോർക്കണം, യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് നിരവധിയായ പ്രതിസന്ധികളെ തരണം ചെയ്ത് അക്കാലത്തെ കുട്ടികൾ സ്കൂളിൽ എത്തുകയും പഠനം നടത്തുകയും ചെയ്തിരുന്നത്. അക്കാലഘട്ടത്തിൻ്റെ ഓർമ്മകളെല്ലാം ഇവർ പരസ്പരം പങ്കുവയ്ക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ഇവർ തങ്ങളുടേതായ വിജയത്തിൽ എത്തുകയും ചെയ്തു. ഇവരിൽ പലരും ഇപ്പോൾ മുത്തശ്ശന്മാരും മുത്തശ്ശികളുമാണ്. എങ്കിൽ പോലും 40 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ സ്കൂൾ കാലഘട്ടം ഇവർ മറക്കുന്നില്ല. അതേ കുസൃതിയോടെയും കളികളിലൂടെയും ഇനിയും തിരിച്ചെടുക്കാനാവാത്ത ആ നല്ല കാലഘട്ടത്തിലേക്ക് ഇവർ ഓർമ്മകളിലൂടെ ചേക്കേറുകയായിരുന്നു. 1985 കാലഘട്ടത്തിൽ സ്കൂളിലെ അധ്യാപികയായിരുന്ന കുട്ടിയമ്മ ടീച്ചറിനെ സംഗമത്തിൽ വിളിക്കുകയും ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. എന്നെ നിങ്ങൾ ഓർത്തതിനും അതിലുപരി ആരോഗ്യത്തോടുകൂടി എനിക്ക് നിങ്ങളെ അടുത്ത് എത്താൻ സാധിച്ചതിനും നിങ്ങളോടും ഒപ്പം ഈശ്വരനോടും ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ ഇവിടെ വരുന്നത് 84 ജനുവരി 2-ാം തീയതിയാണ് ജോയിൻ ചെയ്തത്. അന്ന് എനിക്ക് ആഗ്രഹമൊന്നും ഇല്ല, നിങ്ങളുടെ ഓർക്കുന്നുണ്ടാകും. കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോ ഞാനും കുട്ടികളെ പോലെ തന്നെ ഒരവസ്ഥയിലാണ് ഇവിടെ വരുന്നത്. ആദ്യമായിട്ട് കോളേജ് ജീവിതം കഴിഞ്ഞ് ഒറ്റയ്ക്ക് അന്യ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പൊ വരുന്ന വഴി തന്നെ കാടും വീടും ഒക്കെ നടന്ന് പൊട്ടങ്കാട് കഴിഞ്ഞ് നടന്നു വരുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. തങ്ങളിൽ നിന്ന് വിട്ടുപോയ അധ്യാപകരെയും സഹപാഠികളെയും ഓർത്തെടുക്കുവാനും അവരുടെ ഓർമ്മകൾ പങ്കിടുവാനും ഇവർ മറന്നില്ല. ഇതോടൊപ്പം മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന സഹപാഠിയായ ഒരാളുടെ കുട്ടിക്ക് 15,000 രൂപയും സ്കൂളിലെ PTA ഫണ്ടിലേക്കായി ഇവർ 4,000 രൂപയും നൽകി. എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങൾ ഇനിയും ബാക്കി വച്ചാണ് അടുത്ത വർഷം വിപുലമായ സംഗമം നടത്തണമെന്ന തീരുമാനത്തോടു കൂടി ഇവർ ഭക്ഷണവും മധുരപലഹാരങ്ങളും പങ്കിട്ട് കഴിച്ച് മടങ്ങിയത്. ഞങ്ങള് 1984-85 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 40 വർഷത്തിന് ശേഷം ഞങ്ങളെ പഴയ സഹപാഠികളെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് ഈ സ്കൂളിന്റെ തിരുമുറ്റത്ത് ഒന്നിച്ചു കൂട്ടുകയും ഞങ്ങളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഇന്നിവിടെ ഞങ്ങൾ നടത്തുകയാണ്. അന്ന് പഠിച്ചു പോയിട്ടുള്ള ഞങ്ങളുടെ സഹപാഠികളെല്ലാവരും തന്നെ പല മേഖലകളിലായിട്ട് പല ജോലികളായിട്ട് മക്കളും ഒക്കെയായി കഴിയുകയാണ്. ഏതാണ്ട് വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ കൂടി ഈ സ്കൂളിലേക്ക് അന്നത്തെ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ ഞങ്ങൾ പങ്കുവെക്കുവാനും ഒക്കെ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷവും ചാരിതാർത്ഥ്യവും ഞങ്ങൾക്ക് ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും അത് മനസ്സിൽ ഓർമ്മകളായി നിറഞ്ഞു നിൽക്കുവാൻ കഴിയുന്ന ഒരു അനുഭവമായിട്ട് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തെ ഞങ്ങൾ മാറ്റിയെടുക്കുകയാണ്. 84-85 ബാച്ചിലെ ഈ കൂടിച്ചേരല്, ഈ ഒത്തുകൂടല് ഞങ്ങൾ 3-4 വർഷമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അപ്പം ആ ആഗ്രഹത്തോടനുബന്ധിച്ച് തന്നെ എല്ലാവരും ഒത്തുകൂടാനും 57 പേര് ഞങ്ങൾ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇന്ന് 35 പേരിലാണ് വന്നത്. നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടല്ലേ ഉള്ളൂ. പതുക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് വന്ന് ഒന്നിച്ച് നിൽക്കാമെന്നുള്ളൊരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കുറച്ച് പേര് ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്, ഒരു 9 പേര്. അപ്പൊ അവർക്ക് വേണ്ടി ഞങ്ങൾ ഈ അനുശോചനം രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അടുത്ത വർഷവും പുതിയ സന്തോഷകരമായ ദിവസങ്ങൾ ഉണ്ടാകാൻ എല്ലാവരും ഒന്നിച്ചു ചേരാനും ഒന്നിച്ചു കൂടാനും ഒക്കെ ഞങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾ ആശംസിക്കുന്നത്.